എന്റെ അമ്മ എത്ര നേരത്തെ ഇറങ്ങുന്ന വിചാരിച്ചാലും അവിടെ നടക്കില്ല. ഉള്ള പണികൾ മുഴുവൻ ചെയ്തൊരുക്കിയിട്ട് വേണ്ട എനിക്കൊന്ന് ഇങ്ങോട്ട് വരാൻ. നിനക്ക് എപ്പോഴും ഇത്രമാത്രം പണി? അത് അമ്മ അവിടെ ഒന്ന് വന്ന് നോക്കണം, അപ്പൊ മനസ്സിലാവും. എല്ലാവർക്കും തേങ്ങ അരച്ച കറി കൂട്ടി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. മിക്സി കംപ്ലൈന്റ് ആയിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഇത് കല്ലിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അരയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണോ പോവുക? എനിക്ക് അത് നീ പുതിയ മിക്സി വാങ്ങിയിട്ട് 2-3 മാസമല്ലേ ആവുന്നുള്ളൂ. അത് ഞാൻ പൈസ എന്നിട്ട് അത് ഇത്ര പെട്ടെന്ന് കംപ്ലൈന്റ് ആയോ? അമ്മ പറയുന്ന കേട്ടാ വിചാരിക്കും എനിക്ക് 10,000 രൂപ എടുത്ത് തന്നിട്ട് മിക്സി വാങ്ങാന്ന്. വെറും 2,500 രൂപയല്ലേ തന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എത്ര നല്ല മിക്സി കിട്ടും. വാങ്ങിയിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അതിനെ ജാറങ്ങോട്ട് പൊട്ടി. പിന്നെ പിന്നെ അതിന് ഉള്ളിന്ന് ഫയറൊക്കെ വരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ മതിയായി അതിനെ കൊണ്ട്. ഏട്ടൻ ചോദിച്ചാ എവിടെ നിന്ന് കിട്ടിയിട്ട് നിനക്ക് ഈ പാട്ട മിക്സിന്ന്. എന്നാ പിന്നെ നിനക്ക് നിന്റെ കെട്ടിയനോട് പറഞ്ഞൂടെ അതൊന്ന് നേരെയാക്കി തരാൻ വേണ്ടിയിട്ട്? ഇതിപ്പോ അവൻ എനിക്ക് വേണ്ടി അയച്ച പൈസന്നാണ് ഞാൻ അവൻ അറിയാണ്ട് നിനക്ക് എടുത്തു തന്നത് നിന്റെ മിക്സി വാങ്ങാൻ. അതിനിപ്പോ നഷ്ടമൊന്നും ഇല്ലല്ലോ. ഏട്ടൻ അതൊക്കെ വലിയ പൈസയാ. ഏട്ടൻ്റെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അയച്ചു തരാൻ വേണ്ടിട്ട്. പിന്നെന്താ, എന്റെ ഭർത്താവിന് അങ്ങനെയാണോ? രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലാണ് ഒരു 3,000-3,500 രൂപ കിട്ടുക. അതുകൊണ്ട് ഞാൻ പിള്ളേരെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കുവോ മിക്സി വാങ്ങുവോ? എന്നാ പിന്നെ ഇവിടെ ആരുടെ അടുത്തെങ്കിലും കൊടുത്തിട്ടേ ഞാനത് നേരെയാക്കി തരാം. നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ തന്നെ വരുമ്പോ. വേണ്ട, നന്നാക്കി തരുന്ന ഒരു കാര്യമില്ല. പിന്നെയും കംപ്ലൈന്റ് ആവും. അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നടക്കാനൊക്കെ ആർക്കാവാൻ സമയമുള്ളത്? ഇപ്പോഴേ പുതിയ മോഡൽ മിക്സീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു 7,500 രൂപ കൊടുത്ത് നല്ല അടിപൊളി മിക്സി കിട്ടും. അരയ്ക്കുമ്പോഴാണെങ്കിൽ സൗണ്ടും ഉണ്ടാവില്ല. തശൂന്ന് അങ്ങോട്ട് സാധനങ്ങൾ പൊടിഞ്ഞും കിട്ടും. സത്യം പറഞ്ഞാ എനിക്ക് അത് വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതിപ്പോ ഈ മിക്സിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിള്ളേരെ രാവിലെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഞാൻ ഈ അരച്ചിട്ട് വേണ്ട എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില്ലറ സമയമാണോ പോകുന്നത്? മനുഷ്യരുടെ നടു ഒടിഞ്ഞു അരച്ചരച്ചിട്ട്. നീ ഇനിയിപ്പൊ കരയാൻ നിക്കണ്ട, ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? എടി, അവനോട് പൈസ വാങ്ങി എടുക്കാനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. അതിന് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അയച്ചു തരുമോ? ഈ ആഴ്ചയിൽ 20,000 രൂപ അയച്ചു തന്നത്. ഞാൻ എങ്ങനെയാണ് അവന്റെ അടുത്ത് ഓരോ പ്രാവശ്യം പൈസ ഇങ്ങോട്ട് എടുക്കണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയണല്ലേ. എന്നിട്ട് എന്താ അറിയാത്ത പോലെ കളിക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് മാത്രം പറഞ്ഞാൽ മതി. എന്ത് ചോദ്യം അത്? ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ സ്റ്റൗ ഇല്ലേ, അതിന്റെ സ്റ്റീൽ സ്റ്റൗ ആണമ്മ. അതൊന്ന് ഗ്ലാസ് ടോപ്പ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് മാസങ്ങളായി. നടക്കണ്ടേ? ഒരു 3 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ വാങ്ങണമെന്ന് ഞാൻ സത്യം പറഞ്ഞ ഏട്ടനോട് പറയണമെന്ന് വിചാരിച്ചാ. പക്ഷെ അമ്മ ചോദിച്ച സ്ഥിതിക്ക് അതൊന്ന് ഏട്ടനോട് പറഞ്ഞേക്ക്. പിന്നെ ഉണ്ട് കാര്യങ്ങള്. അതിൽ ഏറ്റവും ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ആ TV. എല്ലാ വീടുകളിലും 55-നും 65-നും TV ആണുള്ളത്. എനിക്ക് മാത്രമുണ്ട് 32-ന്റെ TV. ഏട്ടൻ വാങ്ങി തന്നാന്ന് പിശുക്ക് കാണിച്ചിട്ട് ഇത്രയുള്ള കുട്ടിപ്പെട്ടി പിള്ളേർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണ് വേദനിക്കില്ലേ? അത് പിന്നെ ഞാൻ ഏട്ടൻ വരുമ്പോ നേരിട്ട് സൂത്രത്തിൽ പറഞ്ഞു വാങ്ങിപ്പിച്ചോളാം. 2 തുള്ളി കണ്ണീര് കാണുമ്പോഴത്തേക്ക് ഏട്ടൻ അങ്ങോട്ട് വീഴും. അതുകൊണ്ട് ആ കാര്യം ഞാൻ നോക്കാം. തൽക്കാലം അമ്മ ഈ 2 എനിക്കൊന്ന് സാധിച്ചതാ. ഇതന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിക്ക്, ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. ഹലോ മോനെ സുഖാണോ? ഒന്നുമില്ല മോനെ, നടുവേദനിച്ചിട്ട് അനക്കാൻ പറ്റാണ്ട് ഇവിടെ ആശുപത്രിയിലേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോ ഇതാ MRI പറയണ, വേറെ സ്കാനിങ് പറയണ. എന്റെ പൊന്നു മോനെ, എനിക്കറിയില്ല ഇതൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക്. എന്റെ കയ്യിൽ പൈസ ഇല്ല. ചെറിയ എന്തെങ്കിലും ബാമ്പ് തരുന്ന വിചാരിച്ചല്ലേ ഞാൻ വന്നത്. ഇതിപ്പോ നല്ലൊരു പൈസ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോയിട്ടേ നമ്മുടെ ശ്രുതിന്റെയോ അനുവിന്റെയോ വീട്ടിൽ നിന്ന് വാങ്ങട്ടെ കുറച്ച് പൈസ കടമായിട്ട്. എന്റെ മോന് അയച്ചു തരാൻ പറ്റുമോ? എന്നാ പിന്നെ ശ്രുതിമോളെ അക്കൗണ്ടിലേക്ക് ഒരു 8,000, പിന്നെ വേറെ സ്കാനിങ്ങിന് 4,000, പിന്നെ ഒരു 15,000 രൂപ മോനൊന്ന് അക്കൗണ്ടിലേക്ക് ഇട്. അവളോട് ഞാൻ പറയാം, അവിടെ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് എടുത്തു തരാം. അവന്റെ മൊബൈലിലേക്ക് അത് ശരിയാണില്ല. പൈസ എനിക്ക് എടുക്കാനുള്ളതൊന്നും മനസ്സിലാണില്ല. ആയിക്കോട്ടെ മോനോട്. അമ്മയേട്ടൻ പൈസ ട്രാൻസ്ഫർ ചെയ്തു. വന്നോ? എന്നാൽ ഒരു 3,000 രൂപയെ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ച. അമ്മയ്ക്ക് എന്തിനു 3,000? എടീ, നിന്റെ മകൻ അന്ന് ഇവിടെ വന്നിട്ട് അവന്റെ ഷൂസ് പൊട്ടിന്ന് വേണ്ട ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുത്തില്ലേ? ഒരു 700 രൂപന്റെ തന്നെ വേണം നിർബന്ധം പിടിച്ചിട്ട്. നിന്നോട് ആരാ പറഞ്ഞത്? അപ്പ തന്നെ അനുവിനെ വിളിച്ച് പറയാൻ.
അവളിതാ വന്നിരിക്കുന്നത്, അവളെ മോനെന്താണ് ഷൂസും വാങ്ങിക്കൊടുക്കാതെന്ന് പറഞ്ഞിട്ട്. അവന് വാങ്ങിക്കൊടുക്കട്ടെ ഒരു ഷൂസ് 700 കൊടുത്തിട്ട്. പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടായിരുന്നു. ആർക്കാരെ നിക്ക് 2000 രൂപ പിന്നെ എന്റെയും ചെലവിലേക്ക്. നീ 3000 അയക്കാൻ നോക്ക്. ഇത്രയും കിട്ടിയതല്ല നിനക്ക്, പിന്നെന്താ? എനിക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും അവക്കും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാലേ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഏട്ടൻ കുത്തുവാള എടുക്കും, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഓ, ആങ്ങളനോട് ഭയങ്കര സ്നേഹമുള്ള പെങ്ങള്. അവക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നല്ലേ നീ? അവനോട് കുറച്ചൊക്കെയാണ് നീയൊക്കെ വാങ്ങി എടുത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇനിയിപ്പൊ കുത്തുവാള എടുത്താൽ തന്നെ എന്റെ മോനല്ല, ഞാൻ അങ്ങോട്ട് സഹിച്ചു. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? ഈ ചെക്കന്മാരോടെ ഒരു 10-33 വയസ്സ് വരെ നമുക്ക് എല്ലാം അങ്ങനെ വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പൊ മാക്സിമം അങ്ങോട്ട് വാങ്ങിയെടുക്കുക, അത്ര തന്നെ. നാളെ മറ്റാള് കല്യാണം കണ്ടിട്ടുണ്ടെങ്കിലേ പെണ്ണങ്ങ് കൊണ്ടുപോകും കിട്ടുന്ന പൈസ മുഴുവൻ. പിന്നെ 5 പൈസ കിട്ടില്ല മോളെ. അതുകൊണ്ട് നീ അത്രമാത്രം വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് ഞാൻ കുടിക്കാൻ ചായയോ കാപ്പിയോ എടുക്കാം. നല്ല അമ്മ. ഇവനെത്തിയോ? എന്നാ നീയോ? ഞാൻ വിചാരിച്ച അശോകനായിരിക്കും. അവന്റെ കമ്പനിന്ന് കുറച്ച് ഷെയർ കൊണ്ടിട്ടതാ. നോക്കുമ്പോ ഇതൊക്കെ ഇളകുന്നു. അല്ലമ്മേ, 10 മിനിറ്റ് മുമ്പ് ഞാൻ വിളിച്ചപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് നടുവിനായിട്ട് അമ്മ കിടക്കുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാന്നല്ലേ. പിന്നെ ഇങ്ങനെ ഇത്രയും വലിയ ചെയറും തൂക്കിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ? നീ എന്താ പറയാണ്ട് വന്നത്? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? വിളിച്ചു പറയാണ്ട് വന്നുകൊണ്ടാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത്. പൈസ ആർക്കായിരുന്നു അത്യാവശ്യം? ശ്രുതിക്കോ അതോ അനുവിനോ? നീ കേറാകത്തേക്ക്. അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ പണി നടക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കേൾക്കണ്ട. ഇതേച്ചി സിമന്റ് ചാക്ക് വേണ്ടേ? ആ, ഞാൻ ഉച്ചയോടെ വന്ന് എടുക്കാം. അതെ, അനുമോളെ വീട്ടിലേക്ക് എന്തോ ചെറിയൊരു പണി എടുത്തോണ്ട് ഒരു ചാക്ക് സിമന്റ് വേണമെന്ന് പറഞ്ഞതാ. നോക്കുമ്പോ അത് അവിടെ നല്ല കോൺക്രീറ്റ് കഴിഞ്ഞത്. അപ്പൊ ബാക്കിയുണ്ട്, അപ്പൊ അവര് തരാന്ന് പറഞ്ഞതാ. പകുതി പൈസ കൊടുത്താൽ മതിയല്ലോ. എനിക്ക് പോയി എടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. നടുവേദനയായിട്ട് 2 ആഴ്ചയായിട്ട് കിടപ്പിലാണ്. ഒരു ചായ പോലും സ്വന്തം ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ല, ഒരാൾ സഹായത്തിനുമില്ല. പിന്നെന്താ, ഒരു സ്പെഷ്യൽ സ്കാനിങ് ഉണ്ട്, അതിന് അർജന്റായിട്ട് 12,000 രൂപ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഈ ചെയറും തൂക്കി പിടിച്ച് വന്നു നിന്നിട്ട് അവിടുന്ന് ഒരു സിമന്റ് ചാക്ക് എടുത്തിട്ട് വരാൻ നിൽക്കുന്നത്. കൊള്ളാം, നല്ല അമ്മ. നീ കേറിയിരിക്കേ, വന്ന കാലം നിൽക്കാണ്ട് കേറാൻ നോക്ക്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ നീ? അമ്മയ്ക്ക് അത്രയും വയ്യാന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞൊരു മനസമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് കിട്ടാതെ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാ.